ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് ഫങ്ഷൻ റൂൾ, അല്ലെങ്കിൽ അതിന് ചെയിൻ റൂൾ എന്ന് പറയും. എന്താണ് ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്തുവാന്ന് ആദ്യം അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇതിനൊരു കോമ്പോസിറ്റ് ഫങ്ഷൻ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാനിന്ന് പറയാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫങ്ഷനായിട്ടുള്ള എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ വേറൊരു ഫങ്ഷൻ 3x+2. ഇത് രണ്ടും ഫങ്ഷനാണ്, എക്സിൻ്റെ ഫങ്ഷനുകളാണ്. ഇതിനകത്ത് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എക്സിനെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് ഈ 3x+2 ഇതിന് പകരം കയറിയിരിക്കും. അപ്പോൾ എങ്ങനെയാവും? 3x+2 ദ ഹോൾ സ്ക്വയർ എന്നാവും. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരാളിരിക്കേണ്ട സ്ഥാനത്ത് എക്സിനെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് വേറൊരു ഫങ്ഷൻ അതിനകത്തോട്ട് കയറിയിരിക്കും. അതാണ് നമ്മൾ ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ഇതിനെയും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഡിഫറൻസിയേഷനൊക്കെ പഠിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയി പഠിച്ചിട്ട് വരണേ. പഠിച്ചിട്ട് വേണം ഈ വീഡിയോയിലോട്ട് വരാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ റൂൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 4 മാർക്കിനും 15 മാർക്കിനും വരെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ആരും ഇത് വിട്ട് കളയരുത്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ x²+1 ദ ഹോൾ ക്യൂബ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് എക്സ് ക്യൂബ് ഇരിക്കേണ്ട സ്ഥാനത്ത് എക്സിനെ മാറ്റി x² + 1 ദ ഹോൾ ക്യൂബ് വന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, y = x² + 1 ദ ഹോൾ ക്യൂബ്. അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിൽ അങ്ങോട്ട് ചിന്തിക്കണം. ഇതൊരു യു ആയിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ് ആയിട്ടോ അങ്ങ് ചിന്തിക്കണം. അപ്പോൾ x³ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ u³ ഡെറിവേറ്റീവ് എന്താണ്? 3u². 3u², അതായത് 3u എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച ആരെയാണ്? x² + 1. 3x² + 1 ഇൻറ്റു ഇനി ഇവൻ്റെ ഡെറിവേറ്റീവ്, ഈ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഇവനില്ലേ, ഈ വട്ടത്തിൽ കിടക്കുന്ന ഇവൻ, അവൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. x² + 1ൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ വരും കേട്ടോ. സോറി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ 3നെയും 2നെയും കൂടെ ഗുണിച്ചു 6x ഇൻറ്റു x² + 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആദ്യമേ നമ്മൾ ആ വട്ടത്തിലുള്ള ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന കുറച്ച് വേറൊരു ഫങ്ഷനായിട്ട് നമുക്ക് തോന്നുന്ന ആളിനെ ഉണ്ടല്ലോ, അവനെ നമ്മൾ ഒരു യു എന്ന് പറഞ്ഞുകൊണ്ടോ അങ്ങ് മനസ്സിൽ വിചാരിക്കണം. അപ്പോൾ അത് u³ എന്നാകും. അപ്പോൾ u³ ഡെറിവേറ്റീവ് എന്താണ്? 3u². അപ്പം 3u എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച ആൾ ആരാണ്? x² + 1. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു, x² + 1, എന്നിട്ട് മേളിലൊരു സ്ക്വയർ, പിന്നെ ഇൻറ്റു ഇനി നമ്മൾ അതിൻ്റെ അകത്തിട്ടേക്കുന്ന ആ വട്ടത്തിൽ ഇട്ടേക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണ്ടേ? അതിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പം മനസ്സിലായില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. അത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ള അതാണ്ട് ഇത്. അപ്പം എന്താണ്ട് y = x² - 8x + 16 ദ ഹോൾ സ്ക്വയർ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു വട്ടം അങ്ങ് വരയ്ക്കണം. ഈ വട്ടത്തിൽ കിടക്കുന്ന ആളിനെ നമ്മൾ ഒരു എക്സ് ആയിട്ട് അങ്ങ് മനസ്സിൽ സങ്കല്പിക്കണം, അല്ലെങ്കിൽ ഒരു യു ആയിട്ട് അങ്ങ് മനസ്സിൽ സങ്കല്പിക്കണം. അപ്പം നമ്മൾ നോക്കുമ്പം ഇത് നമ്മുടെ യു ആണ്. u² ഡെറിവേറ്റീവ് 2u. യുവിന് പകരം ആരെയാണ് നമ്മൾ മനസ്സിൽ കണ്ട? ആരെയാണ്? x² - 8x + 16 ഇൻറ്റു ഇനി ഈ വട്ടത്തിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ്. എടുക്കുമ്പോൾ എങ്ങനെ വരും? x² ഡെറിവേറ്റീവ് 2x - 8. 8xൻ്റെ ഡെറിവേറ്റീവ് 8. അതുകൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തു. ഓക്കെ, സെറ്റല്ലേ? ഇനി നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. log 1 + x. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് ഈ 1 + x നമ്മൾ മനസ്സിൽ ഒരു യു ആയിട്ട് സങ്കല്പിച്ചു. അപ്പം ഡെറിവേറ്റീവ് ഓഫ് log u എന്ന് വരും. log xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x അല്ലേ? ഇവിടെ ഇപ്പോൾ നമ്മൾ യു ആയതുകൊണ്ട് 1/u. യു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച ആരെയാ? 1/x. മനസ്സിലായോ? ഇനി നമ്മൾ ഈ വട്ടത്തിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. dy/dx ഓഫ് 1 + x. 1ൻ്റെ ഡെറിവേറ്റീവ് 0 + xൻ്റെ ഡെറിവേറ്റീവ് 1. മനസ്സിലായോ?
മനസ്സിലായാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്നുമില്ല, എളുപ്പമാണ്. ഇതിൻ്റെ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പറയാം. അപ്പോൾ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൂട്ട് ഓഫ് 3x² + 2x + 1. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഈ ഫംഗ്ഷനെ നമ്മൾ അതുപോലെ ആരെന്ന് വിളിച്ചു? u എന്ന് വിളിച്ചു. അപ്പം dy/dx ഓഫ് √x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 √u. അതായത് 1/2 u എന്ന് നമ്മൾ സങ്കല്പിച്ച ആരെയാണ്? 3x² + 2x + 1. ഇനി അതിൻ്റെ ഈ വട്ടത്തിൽ കിടക്കുന്ന ആളുടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ u എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത ആളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 6. 3x² ഡെറിവേറ്റീവ് 6x, 2x ഡെറിവേറ്റീവ് 2. ഓക്കെ, സെറ്റാണോ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാണ് നമ്മുടെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഫംഗ്ഷൻ. അതിനെ നമ്മൾ മനസ്സിൽ u എന്ന് സങ്കല്പിച്ചു. u⁴. u⁴ ഡെറിവേറ്റീവ് 4u³. അതായത് 4 യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ച ആളിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. 3x² + 2 ഇൻറ്റു ഇനി നമ്മുടെ ഈ വട്ടത്തിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് 3x² ഡെറിവേറ്റീവ് 6x, 2ൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, സെറ്റാണോ? അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. y = 2x + 3² അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളിനെ ആരെന്നെടുത്ത്? u എന്നെടുത്ത്. u²ൻ്റെ ഡെറിവേറ്റീവ് 2u. അതായത് 2 ഇൻറ്റു u എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചത് 2x + 3, 2 ഇൻറ്റു 2x + 3. ഇനി ഈ വട്ടത്തിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് 2xൻ്റെ ഡെറിവേറ്റീവ് 2 + 3യുടെ ഡെറിവേറ്റീവ് 0. എന്നിട്ട് നമ്മൾ ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 4, പിന്നെ ഇത് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, സെറ്റാണോ? ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത്യാവശ്യമായിട്ട് കമൻറ്റ് ചെയ്യണം. ഇത് നല്ലതായിട്ട് പഠിച്ചത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ എന്താണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഫംഗ്ഷൻ അത് വേറൊരു ഫംഗ്ഷൻ കയറിയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? അതിനകത്ത് ആ ബ്രാക്കറ്റിലുള്ള ആ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്തെന്നെടുക്കണം? u എന്നെടുക്കണം. എന്നിട്ട് നമ്മൾ u എന്ന് മനസ്സിൽ വിചാരിക്കണം. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാന്ന് നോക്കണം. അതേ ഇൻറ്റു ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഹോംവർക്കായിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.